നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മാലിന്യം തള്ളുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പ്രതികൾ പിടിയിൽ. ദേശീയപാതയിൽ ആലപ്പുഴ പാതിരപ്പള്ളിക്കടുത്താണ് സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി. ആലപ്പുഴയിലെ പോളിംഗ് ശതമാനത്തിൽ വർധന. 76.12 ആണ് പുതിയ പോളിംഗ് ശതമാനം. വീട്ടിലെ വോട്ടുകൾ കൂടി ചേർത്തപ്പോഴാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ യുവതി മരിച്ച സംഭവം. പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ മരിച്ചത് അരളിപ്പൂവിന്റെ വിഷാംശം ഉള്ളിൽ ചെന്നതാകാമെന്ന് സംശയം. ചേർത്തലയിൽ 2 വാഹനാപകടങ്ങൾ. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാവലർ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. ചേർത്തല മതിലകം ആശുപത്രിക്ക് സമീപത്ത് ടോറസ് ലോറിയും ഇൻസുലേറ്റഡ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. മാലിന്യം തള്ളുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പ്രതികൾ പോലീസിന്റെ പിടിയിൽ. ആലപ്പുഴ പാതിരപ്പള്ളിയിലാണ് സംഭവം. മാലിന്യം തള്ളുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കക്കൂസ് മാലിന്യം തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെയാണ് വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സോജു, അജിത് എന്നിവരെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. നമ്മൾ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന സംഭവത്തിലാണ് നമ്മുടെ വീടിൻ്റെ സമീപത്ത് തന്നെ ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ വണ്ടി വേസ്റ്റ് തള്ളുന്ന കണ്ട് നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ പുറകിൽ നിന്ന് വീഡിയോ എടുത്തു. പക്ഷേ അതിൻ്റെ നമ്പർ പ്ലേറ്റ് മൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെന്നപ്പം വണ്ടി ഉടമകൾ കാണുകയും അവർ നമ്മളെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നടന്ന സംഭവം. എൻ്റെ വലത്തേക്കൈകൾ ഇത്രയും തൊലി പോയി, പിന്നെ വലത്തേക്കാലും പോയി. തല ജസ്റ്റ് ഒന്ന് റോഡിൽ ഇടിച്ചായിരുന്നു. CT സ്കാൻ എടുത്തപ്പോൾ കുഴപ്പമില്ലെന്നാണ്. ഈ റോഡിൻ്റെ നടുക്കേക്കാണല്ലോ വീണ? ഞാൻ റോഡിൻ്റെ നടുക്കേക്കാണ് വീണത്. ഇവൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വീണത്. അവസ്ഥ എന്തായിരുന്നു അപ്പോൾ? പുറകെ വണ്ടി ഒന്ന് വരാഞ്ഞുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. പുറകെ വന്ന ആളുകളാണോ? എങ്ങനെ ബോധം ഉണ്ടായിരുന്നത്? സോജിനാണല്ലോ. പുറകെ വന്ന ആൾക്കാർ വണ്ടി നിർത്തി, അവർ തന്നെ ആംബുലൻസ് വിളിക്കുകയായിരുന്നു. ഇവൻ്റെ ബോധം അപ്പം തന്നെ പോയായിരുന്നു. ഇവര് ആദ്യം വണ്ടി തടഞ്ഞു നിർത്തിയില്ലേ? അപ്പൊ ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ അവസ്ഥ എന്തായിരുന്നു? ഇരുമ്പടി ഉണ്ടായിരുന്നു. അത് വെച്ച് അമ്മ അടിക്കാനായിട്ട് ഇറങ്ങുമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി പിന്നെ വിട്ടുപോയത്. അങ്ങനെ ഭാരത് പെട്രോളിയം പമ്പിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഇടിച്ചിടുമായിരുന്നു. ഹെഡ്ലൈറ്റ് ഓഫാണെന്നാണ് തോന്നുന്നത്. നമ്മൾ മിററിൽ കൂടെ ഒന്നും കണ്ടില്ല അമ്മ വരുന്നത്. പിന്നെ രാവിലെ ഇത് പോലീസിന് നിങ്ങൾ പരാതി കൊടുത്തോ? കൊടുത്തിരുന്നു. ആലപ്പുഴ നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തണ്ണീർമുക്കം സ്വദേശികളായ ശരത്, വിവേക് എന്നിവർ പിടിയിലായി. കൊലപ്പെടുത്താൻ ശ്രമിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോർത്ത് CI സുമേഷ് സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഭവം അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ്. 76.12% ഇപ്പോൾ രേഖപ്പെടുത്തിയത്. വീട്ടിലെ വോട്ടുകൾ കൂടി ചേർത്തപ്പോഴാണ് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത്. ബൂത്തിലെ വോട്ടിന് പുറമെ തപാൽ വോട്ടും ഭിന്നശേഷിക്കാരും 85 മുകളിൽ പ്രായമുള്ളവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടിൻ്റെ കണക്കുകൾ കൂടി ചേർത്തതോടെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വർധനവ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരും അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവരുമാണ് വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിലെത്തി തപാൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ഡലത്തിൽ ആകെയുള്ള 14,83,000 വോട്ടർമാരിൽ 10,50,726 പേരാണ് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. അങ്ങനെ പോളിംഗ് ശതമാനം 75.5. വീട്ടിലിരുന്ന് ചെയ്ത 11,842 വോട്ടും 3,162 തപാൽ വോട്ടും കൂടി ചേർന്നതോടെ ആകെ വോട്ട് 10,65,730 മാവേലിക്കര മണ്ഡലത്തിൽ ആകെയുള്ള 13,31,880 വോട്ടർമാരിൽ 87,83,060 പേരാണ് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. അങ്ങനെ പോളിംഗ് ശതമാനം 65.95. വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ യുവതി മരിച്ച സംഭവം. പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ മരിച്ചത് അരളിപ്പൂവിന്റെ വിഷാംശം ഉള്ളിൽ ചെന്നെന്ന സൂചന. പള്ളിപ്പാട് നീണ്ടൂർ കോണ്ടിരത്ത് സുരേന്ദ്രൻ, അനിത ദമ്പതികളുടെ മകൾ സൂര്യ സുരേന്ദ്രൻ വിമാനത്താവളത്തിൽ
കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പൂച്ചെടിയായി ഓമനിച്ചു വളർത്തുന്ന അരളി മരണകാരണമാകാമെന്നും BSc നഴ്സിംഗ് പാസ്സായ സൂര്യയ്ക്ക് UK-യിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തേക്ക് പുറപ്പെട്ടത്. പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ഫോണിൽ വിളിച്ച് സൂര്യ യാത്ര പറഞ്ഞിരുന്നു. മൊബൈൽ ഫോണിൽ സംസാരിച്ച് മുറ്റത്ത് നടക്കുന്നതിനിടയിൽ ഏതോ ഒരു പൂച്ചെടിയുടെ ഇലയും പൂവും നുള്ളിയെടുത്ത് വായിലിട്ട് ചവച്ചിരുന്നു. തുപ്പിക്കളയുകയും ചെയ്തിരുന്നു. പിന്നീട് യാത്രയ്ക്കിടയിൽ ഛർദ്ദിച്ചു. അസ്വസ്ഥത കൂടി സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധിച്ചു. ദഹന പ്രശ്നമോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ വിശദമായി അന്വേഷിച്ചപ്പോൾ ഏതോ ഒരു പൂവും ഇലയും വായിലിട്ടതായി സൂര്യ പറഞ്ഞിരുന്നു. അത് അരളിച്ചെടിയായിരുന്നു. ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അരളിച്ചെടിയുടെ വിഷം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് SHO K അഭിലാഷ് കുമാർ പറയുന്നു. ചേർത്തലയിൽ വാഹനാപകടം. ടോറസ് ലോറിയും ഇൻസുലേറ്റഡ് വാനും കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്ക്. ചേർത്തലയ്ക്കടുത്ത മതിലകം ആശുപത്രിക്ക് സമീപത്ത് വെള്ളിയാഴ്ച പുലർച്ചെ 4:30 മണിയോടെയാണ് അപകടം. ചേർത്തലയിൽ ടോറസ് ലോറിയും ഇൻസുലേറ്റഡ് വാനും കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്ക്. ഇൻസുലേറ്റഡ് വാൻ ഡ്രൈവർ ഇടുക്കി സ്വദേശി ജോയൽ ജോമി, സഹായിയും ഇടുക്കി സ്വദേശിയുമായ ജോഷി, ടോറസ് ലോറി ഡ്രൈവർ SL-പുരം സ്വദേശി അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാഴ്സൽ സർവീസിൻ്റെ ഇൻസുലേറ്റഡ് വാനും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇൻസുലേറ്റഡ് വാൻ മറിഞ്ഞു. വാഹനങ്ങളിൽ കുടുങ്ങിയ ഡ്രൈവർമാരെ ചേർത്തലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഇൻസുലേറ്റഡ് വാൻ ഡ്രൈവർ ജോയൽ ജോമിക്ക് കാര്യമായി പരിക്കേറ്റു. ഫയർഫോഴ്സിൻ്റെ 3 യൂണിറ്റാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ ട്രാവലർ ഇടിച്ച സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. ചേർത്തല കടക്കരപ്പള്ളി കൊട്ടാരം പാട്ടത്തിൽ ഭാഗത്തിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 56 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെള്ളിയാഴ്ച രാവിലെ 6:45ഓടെയായിരുന്നു അപകടം. സെക്യൂരിറ്റി ജീവനക്കാരനായ സുനിൽകുമാർ സൈക്കിളിൽ ജോലിക്ക് പോകുമ്പോൾ ട്രാവലർ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രേണുക ഭാര്യയും തേജസ്, ശ്രേയസ് എന്നിവർ മക്കളുമാണ്. കണ്ണൂർ സ്വദേശിയായ സുനിൽകുമാർ വർഷങ്ങളായി ചേർത്തലയിലാണ് താമസം. സംസ്കാരം വെള്ളിയാഴ്ച രാത്രി 9-ന് മാടക്കൽ വടക്കുവശത്തുള്ള ഭാര്യ വീട്ടിൽ നടക്കും. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ വീണ്ടും അപകടം. ഇരുമ്പ് റാഡ് തലയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ഉയരപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി തൂണിന് മുകളിൽ സ്റ്റീൽ ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ഇരുമ്പ് റാഡ് ദേഹത്ത് വീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുത്തിയതോട് അർബൻ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരൻ തുറവൂർ പൂത്തേഴത്ത് ഗ്ലാഡ്വിനാണ് പരിക്കേറ്റത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് എരമല്ലൂരിന് സമീപമായിരുന്നു അപകടം. ഇരുമ്പ് റോഡ് തലയിൽ വീണെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തലയ്ക്ക് പരിക്കില്ല. കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കഴുത്തുവേദനയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി. നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ലെന്ന് ഗ്ലാഡ്വിൻ പറഞ്ഞു. എന്നാൽ തൊഴിലാളികൾ വാഹനങ്ങളെ സൂചനാ ബോർഡുകൾ നിരത്തി തടഞ്ഞിരുന്നതായും ഇത് വകവയ്ക്കാതെ പോയതാണ് അപകടത്തിന് കാരണമായതെന്നും കമ്പനി അധികാരികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് സുരക്ഷാ പിഴവ് ആരോപിച്ച് ജനങ്ങൾ ജോലി തടസ്സപ്പെടുത്തി. പിന്നീട് പോലീസ് എത്തിയാണ് ജോലി പുനരാരംഭിച്ചത്. അരൂർ പോലീസ് കേസെടുത്തു. ടൈനോസ് തുറവൂർ. വൈക്കത്ത് CA2ന്റെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് ഗ്രൗണ്ട് ഉപരോധിച്ചു. പുതിയ പരിഷ്കാരം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. സംസ്ഥാന വ്യാപകമായി CA2 നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വൈക്കം കിഴക്കേ നടയിലെ ഗ്രൗണ്ടാണ് ഉപരോധിച്ചത്. ഉപരോധ സമരത്തിൻ്റെ ഉദ്ഘാടനം ഡ്രൈവിംഗ് സ്കൂൾ CA2 യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VS ഓമനക്കുട്ടൻ നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ബിന്ദു, AM ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈനോസ് വൈക്കം. ചേർത്തല മുഹമ്മയിലും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CA2ന്റെയും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ
AITCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മുഹമ്മയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും ബന്ധപ്പെട്ട ജീവനക്കാരെയും ബാധിക്കുന്ന തൊഴിലാളി വിരുദ്ധരുടെ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. മുഹമ്മ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന ബഹിഷ്കരണത്തിൽ രക്ഷാധികാരി എസ് രാധാകൃഷ്ണൻ, AP പ്രകാശൻ, KP പ്രതാപൻ, ജോസ്, സന്തോഷ് കുമാർ, ഉദയകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ് മുഹമ്മ. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ നടക്കുന്ന കള്ളിംഗ് പൂർത്തിയാക്കാനായില്ല. നടപടിക്രമങ്ങളിലെ ഏകോപന ഇല്ലായ്മയാണ് വൈകാൻ കാരണം. ഇനിയും 10,000-ഓളം പക്ഷികളെ കള്ളിംഗ് നടത്താനുണ്ട്. നടപടികളിലെ ഏകോപനമില്ലായ്മയെ തുടർന്ന് എടത്വയിലെ കള്ളിംഗ് നടപടികൾ പൂർത്തിയാക്കാനായില്ല. എടത്വ മാങ്കോട്ടച്ചിറയിൽ 1-ാം തീയതി നടന്ന കള്ളിങ്ങിൽ 82,075 താറാവുകളെ മാത്രമേ നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. 9 RRT സംഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വിമർശനം. കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമേ ഇനി തുടർ നടപടികളുണ്ടാവൂ. ഇനിയും 15,000-ന് മേൽ പക്ഷികളുടെ കള്ളിംഗ് നടത്താനുണ്ട്. ആവശ്യത്തിനുള്ള വിറക് പോലും എത്തിക്കാതിരുന്നതാണ് നടപടികൾ തടസ്സപ്പെടാൻ കാരണമായത്. കള്ളിങ്ങിന് വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തം ആവശ്യമാണ്. എന്നാൽ ഇതിലുൾപ്പെടെ വീഴ്ചകളും ഉണ്ടായി. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് അധികാരികൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ടൈനൂസ് ആലപ്പുഴ. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടിന്റെ 89 ഷട്ടറുകളും തുറന്നു. തണ്ണീർമുക്കം ബണ്ടിലെ 90 ഷട്ടറുകളിൽ 89 ഷട്ടറുകളും തുറന്നു. സാങ്കേതിക തകരാർ മൂലം വെച്ചൂരിൽ നിന്ന് തുടങ്ങുന്ന 2ാം ഘട്ടത്തിലെ എമർജൻസി ഷട്ടറുകളിൽ ഒരെണ്ണം മാത്രമേ ഇനി തുറക്കാനുള്ളൂ. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഈ ഷട്ടർ തുറക്കും. 1ാം ഘട്ടത്തിലെ 20-30 അടി ലോക്കുകളും 2ാം ഘട്ടത്തിലെ 40 അടി ലോക്കും 3ാം ഘട്ടത്തിലെ 46 അടി ലോക്കും തുറന്നു. മുഴുവൻ ഷട്ടറുകളും തുറന്നതോടെ വേമ്പനാട്ട് കായലിൽ നീരൊഴുക്ക് സുഗമമായി നടക്കുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ട്. ഉപ്പുവെള്ളം കയറിയതോടെ കായലിൽ നിന്നും കൂടുതൽ മത്സ്യങ്ങൾ ബണ്ടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ടൈനൂസ് ചേർത്തല. പള്ളിപ്പുറം തിരുവൈരാനിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. മെയ് 5-ന് കൊടിയേറ്റ്, 12-നാണ് സമാപനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസമായ അന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ദേവീധർമ്മ എഴുന്നള്ളത്തുകളും ഗുരുവായൂർ ഏകാദശി മേളപ്രമാണി തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 75 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളം, ആറാട്ട് ദിവസം രാവിലെ ചരിത്ര പ്രസിദ്ധമായ ആതിര ദിവസം രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. ഏകദേശം 15,000 പേർ ഈ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം നടത്തി പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഭക്തജനങ്ങൾക്ക് ഇതൊരു വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭംഗിയായി ദർശനം നടത്തി പോകുന്നതും അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഒരു 2 മണി 3 മണി വരെ ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് 15,000 പേർ തീർച്ചയായും എത്തുന്നതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. 5-ന് രാവിലെ 9 മുതൽ നാരായണീയ പാരായണം, 10:30-ന് 1000 കുടം അഭിഷേകം, 11:30-ന് ഗോപൂജ, വൃക്ഷപൂജ, ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, അന്നദാനം, രാത്രി 7-ന് ചുറ്റുവിളക്ക്, 7:30-നും 8-നും മധ്യേ തന്ത്രിമുഖ്യൻ കാശങ്കോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറും. രാത്രി 8-ന് ഡബിൾ തായമ്പക, തുടർന്ന് താലപ്പൊലി, 8:15-ന് കൊടിയേറ്റ് സദ്യ, 8:30 മുതൽ മേജർ സെറ്റ് കഥകളി, 6-ന് രാവിലെ 7 മുതൽ പുരാണ പാരായണം, 8 മുതൽ ശ്രീബലി, ഉച്ചയ്ക്ക് 1:30-ന് ഉത്സവബലി ദർശനം, വൈകിട്ട് 4:30-ന് ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാരുണ്യകരവും ആദരസഭയും പുരസ്കാര സമർപ്പണവും സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം മാനേജർ ജഗദീഷ് D. മാന്താനത്ത് അധ്യക്ഷനാവും. കാരുണ്യകരം സാന്ത്വന പദ്ധതി വിതരണം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ നിർവഹിക്കും. രാത്രി 7:30-ന് ഭഗവതിക്ക് പൂമുടൽ, തുടർന്ന് താലപ്പൊലി, 8-ന് കഥകളി, 10-ന് വിളക്ക്, 7-ന് അശ്വതി മഹോത്സവം, രാവിലെ 8 മുതൽ ശ്രീബലി, 11-ന് തിരുവാതിരകളി, ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് 5 മുതൽ കാഴ്ച ശ്രീബലി സേവ, രാത്രി 8:30-ന് ദീപാരാധന, നൃത്യങ്ങൾ, 9:30-ന് വീരനാട്യം, 10-ന് വിളക്ക്, 8-ന് ഭരണി മഹോത്സവം, ഉച്ചയ്ക്ക് 1:30-ന് ഉത്സവബലി ദർശനം, അന്നദാനം, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി സേവ, സ്പെഷ്യൽ പഞ്ചാരിമേളം,
രാത്രി 8:30 പിന്നൽ തിരുവാതിര, കോൽക്കളി, തുടർന്ന് ഭക്തിഗാനമേള, 10 വിളക്ക്, 9 കാർത്തിക മഹോത്സവം, രാവിലെ 8 മുതൽ ശ്രീബലി, ഉച്ചയ്ക്ക് 1:30 ഉത്സവ ബലിദർശനം, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, രാത്രി 8:30 ദീപാരാധന, തുടർന്ന് തിരുവാതിര കളി, 7:30 പള്ളിച്ചന്തയിൽ നിന്നും ഭക്തജന കൂട്ടായ്മ വക ഗജവീരന്മാർക്ക് സ്വീകരണം നൽകും. 8:30 ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 1 ഗജപൂജ, ആനയൂട്ട, അന്നദാനം, തിരുവാതിര കളി, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, രാത്രി 9 ദീപാരാധന, ചുറ്റുവിളക്ക്, നൃത്തനൃത്യങ്ങൾ, 11 പള്ളിവേട്ട, വലിയ വിളക്ക്, വലിയ കാണിക്ക, 12 ആറാട്ട് മഹോത്സവം, രാവിലെ 7 പള്ളി ഉണർത്തൽ, 8 പ്രസിദ്ധമായ ആതിര ദർശനം, 8:30 തിരുവാതിര കളി, 9 മുതൽ ഭക്തിഘോഷ ലഹരി, 11 തായമ്പക, ഉച്ചയ്ക്ക് 12 കൈകൊട്ടിക്കളി, 12:30 ആറാട്ട് സദ്യ. ക്ഷേത്രത്തിലെ എല്ലാ ഭാഗത്തും ക്യാമറകൾ സജ്ജീകരിക്കുകയും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര മാനേജർ ജഗദീഷ് ഡി മാന്താനത്ത്, ബോർഡംഗങ്ങളായ മഹേഷ് പാരയിൽ, VK രാധാകൃഷ്ണൻ, രാഹുൽ അരവിന്ദ് എന്നിവർ പങ്കെടുത്തു. ടൈനൂസ് പൂച്ചാക്കൽ. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പൂച്ചാക്കൽ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പതാക ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പൂച്ചാക്കൽ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷനും പതാക ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും പൂച്ചാക്കൽ തെക്കേക്കരയിൽ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അമ്പലപ്പുഴ നിർവഹിച്ചു. പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു ആശങ്ക ഇതിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളായി നിന്നു. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ പ്രാദേശിക മാധ്യമ രംഗത്ത് അതിൻ്റെ പ്രവർത്തകർക്ക് ഒരു സംഘടന ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിൽ അംഗീകരിച്ച പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനയല്ല, KWJ എന്നൊരു സംഘടനയാണ്. അപ്പം എല്ലാവരും അതിനാണ് കൂടുതൽ ഊന്നലും പ്രാധാന്യം കൊടുത്തു വന്നത്. എന്നാൽ കേരളത്തിൽ KJU എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അതിൻ്റെ സംഘടനാ ശക്തി വളർന്നു വന്നപ്പോൾ മാറി നിന്നവർക്ക് പോലും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ സംഘടനയുടെ വളർച്ച കണ്ടുകൊണ്ട്, അല്ലെ ഈ സംഘടനയോടുള്ള അസൂയ കൊണ്ടുകൊണ്ട് മറ്റു പലരും പല സംഘടനകൾ ഉണ്ടാക്കുകയും, എന്നാലല്ല ഈ മഴയത്ത് പൊങ്ങി വരുന്ന കൂണ് പോലെ അത് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അസംഘടിതരായ തൊഴിലാളികൾക്ക് വരെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ പ്രാദേശിക പത്രപ്രവർത്തകരെ അവഗണിക്കുകയാണ്. മറ്റുള്ള തൊഴിൽ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തകരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് MK അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T ദേവരാജൻ സ്വാഗതവും സംഘടനാ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗം K രാജേഷും അവതരിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പൂച്ചാക്കൽ തെക്കേക്കരയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ജ്യൂസ് വിതരണം നടത്തി. ഭാരവാഹികളായ സോമൻ കൈറ്റാത്തിനെ പ്രസിഡന്റായും, KM അബ്ദുൽ ഖാദറിനെ വൈസ് പ്രസിഡന്റായും, T ദേവരാജനെ സെക്രട്ടറിയായും, അഷ്റഫ് പൂച്ചാക്കലിനെ ജോയിന്റ് സെക്രട്ടറിയായും, ലോറൻസ് പെരിങ്ങലത്തിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് സെന്റ് ജോർജ് ഫൊറാന പള്ളിയിലെ വിശുദ്ധ ഗിവർഗീസ് സഹദയുടെ തിരുനാളാഘോഷത്തിന് കൊടികയറി. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 12-ന് സമാപിക്കും. മുഹമ്മദ് സെന്റ് ജോർജ് ഫൊറാന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ആന്റണി കാട്ടുപറയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും ഉണ്ടായിരുന്നു. വിശ്വാസ ദീപ്തിയുടെ നിറവിൽ നടന്ന ചടങ്ങുകൾക്ക് നൂറുകണക്കിന് വിശ്വാസികൾ സാക്ഷികളായി. 12 വരെ നടക്കുന്ന തിരുനാൾ ചടങ്ങുകളിൽ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠരും വിശ്വാസികളും പങ്കെടുക്കും. മെയ് 10 വരെ ദിവസവും രാവിലെ 6-ന് ജപമാല, 6:30-ന് വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടക്കും. കുട്ടികളുടെ വിശുദ്ധ കുർബാന ദിനമായ 11-ന് 6:30-ന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം, പ്രധാന തിരുനാൾ ദിനമായ 12-ന് രാവിലെ 6:30-ന് നസ്രത്ത് കാർമൽ ആശ്രമ പ്രിയോൺ ഫാദർ പോൾ തുണ്ടുപറമ്പിലിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, 10-ന് കലവൂർ സെൻറ് തോമസ് പള്ളി വികാരി ഫാദർ അജി പുത്തൻപുരക്കലിൻ്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, തിരുനാൾ പ്രദർശനം, കൊടിയിറക്ക് എന്നിവ നടക്കും. ടൈനൂസ് മുഹമ്മദ് കാട്ടിപ്പറമ്പ് മേക്കാട് ഭദ്രകാളി ഖണ്ഡകാരണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. 9-ാം തീയതി അവഭൃത സ്നാനം, 10-ന് സമാപനം.
മുഹമ്മദ് കാട്ടിപ്പറമ്പ് മേക്കാട് ശ്രീ ഭദ്രകാളി കണ്ടാകരണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ചാരമംഗലം പുറത്ത് വേലിക്കകത്ത് മഠം ജി നാരായണൻ പോറ്റി ഭദ്രദീപം പകർന്നു. ക്ഷേത്രം തന്ത്രി മാമണ്ണൂർ മനയിൽ സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. PR വിഷ്ണു, PR വൈശാഖ്, ഗോപിക എന്നിവർ ഗ്രന്ഥസമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി D ഉദയൻ ശാന്തി നേതൃത്വം നൽകി. ബേബി പൂജവളിയാണ് യജ്ഞാചാര്യൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ പരമസൽ ഗുരുവേ. ടൈനോസ് ചേർത്തല. പ്രധാന വാർത്തകൾ കേട്ടു. മാലിന്യം തള്ളുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പ്രതികൾ പിടിയിൽ. ദേശീയപാതയിൽ ആലപ്പുഴ പാതിരപ്പള്ളിക്കടുത്താണ് സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി. ആലപ്പുഴയിലെ പോളിംഗ് ശതമാനത്തിൽ വർധന. 76.12 ആണ് പുതിയ പോളിംഗ് ശതമാനം. വീട്ടിലെ വോട്ടുകൾ കൂടി ചേർത്തപ്പോഴാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ യുവതി മരിച്ച സംഭവം. പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ മരിച്ചത് അരളിപ്പൂവിന്റെ വിഷാംശം ഉള്ളിൽ ചെന്നതാകാമെന്ന് സംശയം. ചേർത്തലയിൽ 2 വാഹനാപകടങ്ങൾ. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാവലർ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. ചേർത്തല മതിലകം ആശുപത്രിക്ക് സമീപത്ത് ടോറസ് ലോറിയും ഇൻസുലേറ്റഡ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.